ഗോളിലെ ചിത്രം പൂർത്തിയായി. ഇനി കണ്ണുകളെല്ലാം കൊളംബോയിലാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഞായറാഴ്ച തുടക്കമാവുകയാണ്. ഒന്നാം ടെസ്റ്റിലെന്ന പോലെ ജയമാവർത്തിച്ച് പരമ്പര തൂത്തുവാരാനാണ് ഇന്ത്യയുടെ ശ്രമം. ആദ്യ ടെസ്റ്റിൽ 165 റൺസിനാണ് ഇന്ത്യ ലങ്കയെ കെട്ടുകെട്ടിച്ചത്. മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ സാധ്യത നിലനിർത്തണമെങ്കിൽ ജയം കൂടിയേ തീരൂ ഇന്ത്യക്ക്. മറുവശത്ത് വിട്ടുകൊടുക്കില്ലെന്നുറപ്പിച്ച് തന്ത്രങ്ങൾ മെനയുകയാണ് ലങ്ക. പിച്ച് മുതൽ ടീമിൽ വരെ അടിമുടി മാറ്റങ്ങളുമായി ഇന്ത്യയെ വീഴ്ത്താനാണ് ആതിഥേയരുടെ പദ്ധതി. രണ്ടാം ടെസ്റ്റിൽ വിജയം ലക്ഷ്യമിട്ട് പുതുമുഖ ബാറ്റർ കാമൽ മിഷാര, ഓൾറൗണ്ടർ സഹാന രാജികെ എന്നിവരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയത്. നിഷാൻ മധുഷ്കയും രമേശ് മെൻഡിസും പുറത്തിരിക്കും. ഇടങ്കയ്യൻ ബാറ്ററായ കാമൽ മിഷാര അടുത്തിടെ നടന്ന മത്സരങ്ങളിലെല്ലാം മികച്ച ബാറ്റിംഗാണ് പുറത്തെടുത്തത്. ലാഹിരി ഉദാരയ്ക്കൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങാനാണ് സാധ്യത. ഇന്ത്യയുടെ ഇടങ്കയ്യൻ സ്പിന്നർമാരായ മാനവ് സുധാറിനെയും രവീന്ദ്ര ജഡേജയെയും നേരിടുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതുമുഖ താരത്തെ ടീമിലെടുത്തിരിക്കുന്നത്. ഓഫ് സ്പിന്നറും ബാറ്ററുമായ അരാജികെ ലങ്കൻ പ്രീമിയർ ലീഗിലും ഇന്ത്യ എ ടീമിനെതിരെയുള്ള പരമ്പരയിലും മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 4365 റൺസും 63 വിക്കറ്റുകളും അരാജികയുടെ പേരിലുണ്ട്. ആദ്യ ടെസ്റ്റിനിടെ പരിക്കേറ്റ ദിനേശ് ചാണ്ടിമൽ രണ്ടാം ടെസ്റ്റിനുണ്ടാകില്ല. പകരം പസിന്തു സൂര്യഭണ്ഡാര ടീമിൽ തുടരും. ടീമിൽ മാത്രമല്ല, പിച്ചിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സ്പിന്നിനെതിരെയുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ബലഹീനത മുതലെടുക്കാൻ പൂർണ്ണമായും സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ച് ഒരുക്കാനാണ് ശ്രീലങ്കയ്ക്ക് താൽപ്പര്യം. അല്ലെങ്കിൽ ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഒരുപോലെ അനുകൂലമായ ഗോളിലെ പിച്ചിന് സമാനമായ പിച്ചൊരുക്കും. സ്പിന്നിനെ അമിതമായി പിന്തുണയ്ക്കുന്ന പിച്ചൊരുക്കിയാൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയായേക്കാമെന്നാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് അധികൃതരുടെ വിലയിരുത്തൽ. ദിനേശ് ചാണ്ടിമൽ, കുശാൽ മെൻഡിസ്, പതും നിസംഗ തുടങ്ങിയ പരിചയസമ്പന്നരായ കളിക്കാരുടെ അഭാവത്തിലാണ് ലങ്കൻ നിര ഇപ്പോൾ കളിക്കുന്നത്. അതിനാൽ തങ്ങളുടെ യുവ ബാറ്റർമാർക്ക് മികച്ച പ്രകടനം നടത്താൻ അവസരമൊരുക്കുന്ന സാധാരണ നിലയിലുള്ള പിച്ച് ആവശ്യമാണെന്നും ലങ്ക വിലയിരുത്തുന്നു. ഒരു കാലത്ത് സിംഹളി സ്പോർട്സ് ക്ലബ് ബാറ്റർമാരുടെ പ്രതീക്ഷയും ശ്രീലങ്കയുടെ ശക്തമായ കോട്ടയുമായിരുന്നു. 1999, 2009 കാലഘട്ടത്തിൽ ഇവിടെ കളിച്ച 12 ടെസ്റ്റുകളിൽ 6 ജയിച്ച ലങ്ക ശേഷിച്ചവ സമനിലയിലാക്കിയിരുന്നു. കുമാർ സംഗക്കാരെയും മഹേല ജയവർദ്ധനെയും റൺസ് അടിച്ചുകൂട്ടുകയും ഇതിഹാസ സ്പിന്നർ മുത്തയ്യ മുരളീധരൻ നയിച്ച ബൗളിംഗ് നിര എതിരാളികളെ വരിഞ്ഞു മുറുക്കുകയും ചെയ്യുന്നതായിരുന്നു അന്നത്തെ തന്ത്രം. എന്നാൽ ഇതിഹാസ താരങ്ങളുടെ വിരമിക്കലിന് ശേഷം ഈ പിച്ചിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായി. പിന്നീട് ഇവിടെ കളിച്ച 7 ടെസ്റ്റുകളിൽ 3 മാത്രമാണ് ലങ്കയ്ക്ക് ജയിക്കാനായത്. 4 പരാജയപ്പെട്ടു. ഗോൾ ടെസ്റ്റിലെ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ പോയിന്റ് ശതമാനം വർദ്ധിപ്പിക്കാനായെങ്കിലും പട്ടികയിൽ ബംഗ്ലാദേശിനെ മറികടക്കാൻ ഇന്ത്യക്കായില്ല. നേരത്തെ 48.15 പോയിന്റ് ശതമാനം ഉണ്ടായിരുന്നതെങ്കിൽ ലങ്കയ്ക്കെതിരായ ജയത്തോടെ അത് 53.33 ഉയർന്നു. എന്നാൽ പട്ടികയിലെ സ്ഥാനത്തിൽ മാറ്റമില്ല. 5ാം സ്ഥാനത്തു തന്നെ തുടരുകയാണ് ഇന്ത്യ. 10 മത്സരങ്ങളിൽ നിന്ന് 5 ജയവും 4 തോൽവിയും ഒരു സമനിലയുമായി 64 പോയിന്റാണുള്ളത്. ഇന്ത്യക്കെതിരെ പരാജയപ്പെട്ടതോടെ ലങ്കയുടെ പോയിന്റ് ശതമാനം 33.33 കൂപ്പുകുത്തി. പട്ടികയിൽ 6ാമതാണ് ലങ്ക. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താൻ വരാനിരിക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ്. അരയും തലയും മുറുക്കിയെത്തുന്ന ലങ്കയെ നേരിടാനെത്തുമ്പോൾ ഇന്ത്യൻ നിരയിലും മാറ്റങ്ങൾ ഉറപ്പാണ്. പ്രധാനമായും 3 മാറ്റങ്ങൾക്കാണ് സാധ്യത. സ്പിന്നർ കുൽദീപിന് പകരം അരങ്ങേറ്റം കാത്തു നിൽക്കുന്ന 33-കാരൻ സാരാംശ് ജെയിന് നറുക്കു വീണേക്കും. ആദ്യ ടെസ്റ്റിൽ പ്രതീക്ഷയ്ക്കൊത്തുയരുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കുൽദീപിന് കഴിഞ്ഞിരുന്നില്ല. 2 ഇന്നിംഗ്സുകളിൽ നിന്നുമായി ആകെ കുൽദീപ് എറിഞ്ഞത് 25 ഓവറുകൾ മാത്രമാണ്. നേടിയതാകട്ടെ 1 വിക്കറ്റ്. അതിനാൽ കുൽദീപിനെ കൊളംബോ ടെസ്റ്റിൽ കളിപ്പിക്കാനിടയില്ല. കുൽദീപിനെ കളിപ്പിക്കുന്നതിനെതിരെ വൻ വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. പകരം സാരാംശ് ജെയിൻ ആദ്യ 11-ൽ ഇടം പിടിച്ചേക്കും. 6ാം നമ്പറിൽ ധ്രുവ് ജുറേലിനെ നിലനിർത്തുമോ അതോ സർഫറാസ് ഖാൻ എത്തുമോ എന്നാണ് മറ്റൊരു കാര്യം. ആദ്യ ഇന്നിംഗ്സിൽ ജുറേൽ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും 2ാം ഇന്നിംഗ്സിൽ നിരാശപ്പെടുത്തി. അതിനാൽ സർഫറാസ് ടീമിലെത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പേസ് നിരയിൽ സിറാജിനോ പ്രസിദ്ധ് കൃഷ്ണയ്ക്കോ പകരം ഗുർനൂർ ബ്രാറും ടീമിലെത്തിയേക്കും. ഏതായാലും ഇന്ത്യയും കണക്ക് കൂട്ടുകയാണ്. ലങ്കയുടെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രമൊരുക്കാൻ ഗില്ലും സംഘവും സെറ്റാണ്. മൈതാനത്ത് അത് നടപ്പിലാക്കുമോ എന്നാണ് കാണേണ്ടത്.